എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഒരുപാട് കാലമായി എൻ്റെ ഈ ചാനൽ യാസിൻ ബ്ലോഗ്സിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ കല്യാണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു സീരീസ് 4-5 എപ്പിസോഡ്സ് ഉണ്ട്. ഇത് ഞാൻ മാൽദീവ്സിൽ 3 മാസങ്ങൾക്ക് മുന്നേ പോയപ്പോൾ എടുത്തു വെച്ചതാണ്. അപ്പം അതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. റിയലി സോറി ഗായ്സ്. അപ്പോൾ ഇത്രയും ടൈം എടുത്തതിന് എല്ലാവരും ക്ഷമിക്കുക. ഞാനിപ്പോൾ ഉള്ളത് മാഫുഷി എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. അടിപൊളി ഏരിയാസാണ്. ലോ ബഡ്ജറ്റിൽ എങ്ങനെ മാൽദീവ്സിൽ പോകാം എന്നുള്ളതൊക്കെ എൻ്റെ ഈ 3-4 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മൾ ബേബി ഷാർക്കിനെയും എല്ലാം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ മാൽദീവ്സിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. റിയലി സോറി ഫോർ ഇത്രയും കാലം വൈകിച്ചതിന് കേട്ടോ. വെൽക്കം ടു മാൽദീവ്സ്. ഞാനുള്ളത് മാൽദീവ്സിലാണ്. മാൽദീവ്സിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐലൻഡാണ് നമ്മളെ മാഫുഷി. ഏതുണ്ട്? ഞാനിപ്പോൾ ഉള്ളത് മാഫുഷി എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. ഏകദേശം 1200ഓളം ഐലൻഡ്സ് ഉണ്ട്. അതിൽ കുറേ ഐലൻഡിൽ താമസമുണ്ട്. അപ്പം അതിലുള്ള വില്ലേജേഴ്സും നമ്മളെ ടൂറിസ്റ്റിനൊക്കെ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഐലൻഡാണ് ഈ മാഫുഷി ഐലൻഡ്. എമ്മാതിരി ഭംഗിയാ നോക്കിയാൽ, അടിപൊളിയാണ്. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് വരെ പോകും. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഫുഷി ഈസ് ഫേമസ് ഫോർ ആക്ടിവിറ്റീസ് ആണ്. സ്പോർട്സ് ആക്ടിവിറ്റീസ്, വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പാരാഗ്ലൈഡിങ്, സ്നോർക്കിളിങ്, പിന്നെ ഷാർക്കിനെ കാണാൻ പോകുമ്പോൾ ഡൈവിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന റൂമിലാണ് അറീന, ഇവിടെയാണ് നമ്മളെ താമസം. അപ്പം ഈ ഒരു ഐലൻഡിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ഒരു ജയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അത്യാവശ്യം ആൾക്കാരും ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഐലൻഡ്. അപ്പം നമ്മൾ ഇപ്പോൾ സമയം 9 മണിയായി. നമ്മൾ 9:15 ആകുമ്പോഴത്തേനും നമ്മൾ ഈ സ്ഥലത്തെത്തണം. അവിടുന്ന് നമ്മൾ ചെറിയ ബോട്ടിൽ കയറിയിട്ട് ഓരോ സ്ഥലത്ത് പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവരെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ബേബി ഷാർക്കിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്നോർക്കിലിങ്ങിന് പോകുന്നുണ്ട്. 2 സ്നോർക്കിലിംഗ് പോയിന്റ്സ് ഉണ്ട്, അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെതറില്ലേ, ടു ബാഡ്. ഇന്ന് വെതർ തീരെ ശരിയുള്ളതല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫിംഗർ ക്രോസിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ചിലത് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നോക്കിയാൽ ഇതൊക്കെയാണ് നമ്മളെ എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇത്രയും നമ്മൾ എടുക്കുന്ന പാക്കേജിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ നമ്മളെ ടൂറിസ്റ്റ് 360 ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എങ്ങനെ ഇവിടെ വരാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലായിട്ട് വരാം. അപ്പോൾ ഈ ടൂറിസ്റ്റ് 360 എന്ന് പറയുന്ന ഇവർക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. അപ്പം ഫിംഗർ ക്രോസ് ആണ്, വെതർ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ, യുവർ നെയിം അസ്ലം എന്നാണ് പുള്ളിക്കാരൻ്റെ നെയിം. പുള്ളിയായിരിക്കും യു ആർ കമ്മിങ് വിത്ത് അസ്. ഓക്കെ, പുള്ളി ഇവിടെ നിൽക്കും. നമ്മൾ ഇവരെ കൂടെയുള്ള ഫ്രണ്ട്സ് നമ്മളെ ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ലൈഫ് ജാക്കറ്റ്, കുറച്ച് കാര്യങ്ങൾ പോകുന്നതിന് മുന്നേ നമ്മൾ ഇടണം. ഇതാണ് നമ്മളെ മാസ്ക് കേട്ടോ. സ്നോർക്കിലിങ്ങിനൊക്കെ ആവശ്യമായ മാസ്ക് ഇതാണ്. So somebody doesn't know how to swim, they can also go? They can also okay, go. Before you get in the water, the guys will explain how to behave in the water, how to use this, how to do that. They will explain everything. Okay. അപ്പം ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് വിചാരിക്കും, പേടിക്കണ്ട. ഒട്ടും നീന്താൻ അറിയില്ലെങ്കിൽ നമ്മളെ കൂടെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മൾ ഇത് കണ്ടിട്ട്, ഇത് നമ്മളെ കണ്ണാപ്പീൻ്റെ ഇപ്പോൾ 2 ആൾക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. സ്നോർക്കിലിങ്ങിന് പോകുമ്പോൾ ഇടാനുള്ള ആ ഒരു 7 എൻ്റെ സൈസ് പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ, കംഫർട്ടബിൾ. Loose or tight, you can remove from the side here. You can change to 3 sides. Okay. Now it's okay then. Fine. Make sure it won't come out itself. Yeah, it has to be tight. അപ്പം ഇതാണ് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ നീന്തൂലേ. പിന്നെ മറ്റേ
മലകനമരി ആ സാധനമാണ്. നമ്മളിതാ എല്ലാം സെറ്റായിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. എനിക്ക് കണ്ണാപ്പിക്കും മഞ്ഞ കളറാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ ടീം ഉണ്ടായതുകൊണ്ട് പല പല ടീമും ഗ്രൂപ്പായിട്ട് പോകാണല്ലോ. അപ്പോൾ ഈ മഞ്ഞ കളർ എന്തിനാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ 2 ടർക്കി ഉണ്ട്, പിന്നെ ഇത്രയും ഐറ്റം. അപ്പം കടലിലോട്ട് പോയിട്ട് നീന്തി കുളിക്കാം, കയറി ബേബി ഷാർക്കിനൊക്കെ കണ്ടിട്ട് വരാം. കാണുമോ? കാണുമെങ്കിൽ പുളി. വെതർ നന്നായാൽ കൂടുതൽ നന്നാവട്ടെ. ഈ വെയിലടിക്കുന്നല്ല കേട്ടോ വെതർ, കടലിൻ്റെ ഉള്ളിലത്തെ വെതറാണ് അവർ പറയുന്നത്. ഇളക്കി മറിയായിരിക്കും. അപ്പം അതാണ് അപ്പോൾ നമ്മളെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളെ കയ്യിലുള്ളതാ നമ്മൾ ഈ ഒരു സ്പീഡ് ബോട്ടിലാണ് പോണത്. അപ്പോൾ കയറാനായിട്ട് മുന്നേ നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ അയച്ചിട്ടിട്ട് വേണം കയറാൻ. ക്യാമറ തരി. അപ്പോൾ ചെരുപ്പും കാര്യങ്ങളും ഇവിടെ എവിടെ ഇരിക്കാം? നമ്മളുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് Sandbank and local island Gulli. Alright? So there will be like 5 activities. So guys, today the sandbank, like the natural sandbank will be not available because in these days the sea level are very high. So the natural sandbank is already in Ahmedabad. നമ്മളെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് പിന്നെ ഷാർക്കിനെ കാണാനോ വേറെ എന്തിനുള്ള ഒരു 15 മിനിറ്റിൽ ഇരിക്കണം എന്നുണ്ട്. ക്രേസി ആയിട്ട് നോക്കിയോ, വെള്ളം പോയിക്കോ. നമ്മൾ ഇന്നലൊക്കെ സ്പീഡ് ബോട്ടിൽ വന്നപ്പോൾ ഇത്ര ഹൈറ്റിൽ വെള്ളം ചാടൂലായിരുന്നു. ഇത് ഭയങ്കര പൊളി. നമുക്ക് അവിടെ എത്തിയിട്ട് ഓരോ കാഴ്ചകളും ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാം. ഞാൻ ഉറക്കെ സംസാരിക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൗണ്ട് ഇതൊക്കെ കേൾക്കണം വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഡോൾഫിനെ കാണാനുണ്ട്. നല്ല ഡോൾഫിനെ കാണാനില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ ഒന്ന് ചാടുന്നുണ്ട്. അപ്പോൾ അതിന് ക്യാമറ ഓണാക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളിപ്പോൾ ഉള്ള കുന്നംകുളം സ്റ്റേഷനിലാണ്. കുന്നംകുളത്താണ്. ഇവിടെ ഡോൾഫിൻ ഉണ്ടോ? ഓയ് കാണാനില്ല. ഡോൾഫിൻ എവിടെയോ പോയി. സാരല്ല, ബാഡ് വെതറാണ് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നല്ല കാണാൻ പറ്റിയത്. കഴിച്ച അത് അവിടെ തുള്ളി കളിക്കുന്നുണ്ട്. അതൊക്കെ പെൺകുട്ടികൾക്ക് എന്തൊരു സുഖം കിട്ടിയ മതി. അവിടെ ചാടി കണ്ണുകൊണ്ട് കാണുന്ന അത്ര സുഖം ഇങ്ങനെ ഇതിൽ കിട്ടില്ല കേട്ടോ. നമ്മൾ ഷാർക്കിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ്ടോ ഉള്ളിലുണ്ട്. നമ്മളിങ്ങ് ഇവിടുന്ന് ചാടും, സ്നോക്ലിങ് ചെയ്ത് ചാടും. ഇതൊരു അമേസിങ് സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. എൻ്റെ പോലെ ഷാർക്ക് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. പക്ഷേ ഇതൊക്കെ ബേബി ഷാർക്കാണ്. ഒന്നും ചെയ്യത്തില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇവർ വളർത്തുന്നതെന്ന് തോന്നുന്നത് കടലിൽ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ. Together to keep close to the boat, we need to feeding them some food. So when you feeding them, all the shark, all the fish, they will come together to eating their food. So guys, we will not going to swimming exactly in the feeding area. The feeding area called the place where we throw the food. നമ്മൾ റെഡിയാണ്. നോക്ക് എൻ്റെ ഡ്രസ്സ് നോക്കിക്കോ. മാസ്ക്, ഫോട്ടോ. എന്നോ ടൈം ടു ഗോ. അപ്പോൾ പുള്ളി എല്ലാ കാര്യവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് വെച്ചിട്ടാണ് ഇറങ്ങുക. അപ്പോൾ ആദ്യം പുള്ളി ഇത് ഇങ്ങനെയാണോ കണ്ട് പുള്ളി ഇത് ക്ലീൻ ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താക്കുക, നമ്മളെ കയ്യിൽ കിട്ടിയ ഈ സ്റ്റോക്കിൽ മാസ്ക് എന്തൊക്കെ ഇങ്ങനെ തന്നെ പിടിച്ച് വെക്കുക. അവർ വന്നിട്ട് ക്ലീൻ ചെയ്ത് തരും. നമ്മളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നട്ടോ ഫുഡ് ഉണ്ടോ. എൻ്റെ മോനെ ബേക്കിൽ നോക്ക്, ഫുള്ള് ഷാർക്കാണ്. ഇവരിങ്ങനെ ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഫുഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ഐറ്റകളെ വിളിച്ച് വരുത്തുന്നത്. ഓക്കെ, നൈസ്. ഒരു 10-15 ഷാർക്ക് അവിടെ ഉണ്ടാവും. എൻ്റെ മോനെ
അടിപൊളി കാഴ്ചയാണ്. എൻ്റെ മോനെ ഈറ്റയൊക്കെ ഇങ്ങനെ നീന്തി കളിച്ച് തിന്നൂടെ? ഇവിടെ ഇരുന്ന് തിന്നുകയാണ് ഇങ്ങനെ സുഖിച്ച്. അപ്പോൾ നമുക്ക് ഷാർക്കിനെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റൂട്ടോ. അടിപൊളി, പൊളി പൊളി പൊളി. അപ്പോൾ ഇതൊന്ന് പിടിയടാ, ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ. അപ്പം നമ്മൾ രണ്ടുപേര് വെച്ചിട്ട് പോവാം. ഞാൻ കണ്ണാപ്പിയായിരിക്കും പോവുക. അപ്പം ഷാർക്ക് ഇതാ അവിടെ ഇങ്ങനെ സൂചിച്ചിരിക്കും. ഓക്കെ, ഇത്ര എടുത്ത് ഷാർക്കിനെ കാണാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ? മോനെ ഷാർക്കിനെ ഇങ്ങനെ ഫുഡ് തീറ്റിച്ചുകൊണ്ടിരിക്കാം. പിന്നെ നമുക്കിതിനെ തൊടാൻ ഉള്ള അധികാരമില്ല. നമുക്ക് ഇതിൻ്റെ അടുത്ത് വരെ പോവാം. അത് നമ്മളെ തൊടുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിനെ തൊടാനുള്ള അധികാരം നമുക്കില്ല. പിന്നെ ഇത് ഡേഞ്ചറസ് അല്ല, ആർക്കും ഇറങ്ങാം. നീന്താൻ അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ കണ്ട ഒരു ഗൈഡ് ഇവിടെ ഉണ്ടാവും നമ്മളെ കൂടെ എപ്പോഴും. അപ്പോൾ അവരെന്താക്കും, എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. അപ്പം നമുക്ക് ഇറങ്ങാനുള്ള ഏണി അവിടെ ഉണ്ട്, എല്ലാം സെറ്റാണ്. ജസ്റ്റ് ഇറങ്ങുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഷാർക്കിനെ മര്യാദയ്ക്ക് കണ്ണ്. വാവ്. അപ്പം റെഡി. ബേബി ഷാർക്കിനെ കണ്ടതിന് ശേഷം നമ്മളിപ്പം സ്നോർക്കിളിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് നീന്താൻ പേടിയായതുകൊണ്ട് കണ്ണാപ്പിയാണ് ഇറങ്ങി എല്ലാം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ സ്നോർക്കിളിങ് കഴിഞ്ഞു. കണ്ണാപ്പിയാണ് വിഷ്വൽസ് എടുക്കാൻ പോയത്. കണ്ണാപ്പി എങ്ങനെ ഉണ്ടായിരുന്നടാ? യാസിന്റെ കൂടെ ക്യാമറമാൻ കണ്ണാപ്പി. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടി എന്നൊക്കെയാണ് കണ്ണാപ്പി പറയുന്നത്. മത്തി അയില മറ്റേ മഞ്ഞളൊന്നല്ലാതെ കടലിൽ വേറെയും കുറെ മീനുണ്ടെന്ന് മനസ്സിലായി. മലയിടുമ്പോ ഈ കളർ മീനോട് മാറിക്കാൻ പറയും. ശരിക്കും പറയും, മലയിടുമ്പോ ഈ മത്തി അയില മാത്രം കൊടുക്കുന്നത് ഈ കളർ മീനൊക്കെ എടുക്കുന്ന അതൊരു ചോദ്യമാണ് അല്ലേ? ഈ കാക്കകളൊക്കെ ഇവിടെ പറ്റും ചവണല്ലേ? അതുപോലെ അതേപോലെ ഫുള്ള് കളർ മീൻ, ഒരു മത്തിയില്ല, ഒരു അയിലില്ല. അപ്പൊ എന്റെ ഷാർക്കിന്റെ കുറച്ച് കുട്ടികളുണ്ട്. നമ്മൾ ഉൾക്കടലിൽ പോയിട്ടാണ് അത് പിടിക്കുക. നമ്മളിത് കരേന്റെ അടുത്താ, അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മള് ഉൾക്കടലിൽ കുറച്ച് കളർ മീനാണല്ലോ. അപ്പൊ ഗൈസ് നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ് ഒരു സൈഡിൽ. അവിടെ കുറേ ഇതുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ഈ കരയിൽ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് കരയിൽ ഇറങ്ങാലടാ. ലഞ്ച് ബോക്സ് അല്ലേ ഒരു തരുന്നത്, നമുക്ക് അവിടെ പോയിരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തിന്നാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും. ഇന്ന് മഴ ചതിച്ച് ഗൈസ്, കാലാവസ്ഥ മൊത്തത്തിൽ ചതിച്ച്. അപ്പം എന്തായിരിക്കും ലഞ്ച്? എല്ലാം മത്തക്കരിയും ചോറും നെയ്യില്ല. ബോക്സ് ആയിട്ട് കിട്ടും. അതല്ലേ ഞാൻ പറഞ്ഞേ, ബോക്സ് ആയിട്ടാണ് സാധനം കിട്ടാൻ പോകുന്നത്. ഇരിക്കും സാർ, ഇരിക്കും. എൻ്റെത് വാങ്ങിക്കട്ടോ. 2 ആക്കുള്ള മേടിച്ച് കൈ പിടിച്ചു. 2 ആക്കുള്ള ഞാൻ 2 സ്പൂൺ. എങ്ങനെയുണ്ട്? നല്ല സ്പൂണല്ലേ? ലഞ്ച് ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് ലഞ്ച് എന്നുള്ളത് നമുക്കറിയില്ല. ഓണ്ടിയെന്ന് അടിച്ചു വേണ്ടിയിടുന്നില്ല, സ്വന്തം അടിച്ചു വേണ്ടി കൊടുക്കുന്ന ആറി. എനിക്ക്
വാങ്ങിക്കോ. അൺബോക്സിംഗ് കൂടെ നോക്കട്ടെ എന്താണ് കടലിനടിയിൽ കിട്ടുന്ന ഫുഡ്. എന്താണ് അങ്ങനെടാ, നീ സ്കൂളിൽ പോയിട്ടില്ലേ? ഞാൻ പോയ സ്കൂളിൽ മേലെ ഓമി എന്ന് പറഞ്ഞൊരു ഫ്രഷ് ജ്യൂസ് ഇട്ടിട്ടുണ്ട്. ഫ്രഷ് ജ്യൂസ് ഒന്നല്ല, പാക്കഡ് ജ്യൂസ്. വെജ് ബിരിയാണി കൊള്ളാല്ലേ? കൊള്ളാന്നാണ് കഴിച്ചു നോക്കിയിട്ട് പറയുന്നത്. ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട്? കടലിൽ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടോ? ഒരേ ബിരിയാണി കുറച്ച് നല്ലി പിടിച്ചാൽ ഉണ്ടാവും. അതെ വേണ്ടേ. അത് കഴിക്കട്ടോ. മീനെ ചോണ്ട് പിന്നെ കടലിൽ പിന്നെ മീനിന്റെ ചോയല്ലാണ്ട് മീനാണത്. ഫിഷാണ്. പറഞ്ഞ പോലെ തന്നെ മഴ പെയ്ത്, മഴ കാണാൻ, കടലിലത്തെ മഴ കാണാൻ ഭയങ്കര രസമാവും. ഈ മഴ പെയ്യും, പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഫുള്ള് ക്ലിയർ ആയിട്ട് സാധാ ആകാശമാവും. പിന്നെ നമ്മൾ ചിക്കൻ കഴിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ല നമ്മൾ പറഞ്ഞത് മീൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ കൊണ്ട് എന്താക്കി, മീൻ രണ്ടാളും കഴിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചിക്കൻ ബിരിയാണി എന്തോ ഭാഗ്യത്തിനുണ്ടായിരുന്നു, അതൊന്നും. പിന്നെ ആപ്പിൾ Spicy chili? No? പിന്നെ ജ്യൂസും. മഴയാണ് ചതിച്ച കേസ്. Super hot, yeah? അടിപൊളി ഫുഡ്. മറ്റേ നല്ല മീൻ ബിരിയാണി, പക്ഷെ നമുക്ക് മീനിന്റെ ടേസ്റ്റ് പഠിക്കാത്തതുകൊണ്ട് നമ്മൾ ചിക്കനിലേക്ക് മാറ്റി. പിന്നെ ആപ്പിൾ ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഇതാ ജ്യൂസ്, വെള്ളം എല്ലാം നല്ല വിശക്കുന്നതുകൊണ്ട് എല്ലാം പോവുകയും ചെയ്യും. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിനും. കാരണം എന്താ പറയാ, വെള്ളത്തിലിറങ്ങി കളിച്ചല്ലേ. അപ്പോൾ ഗൈസ്, ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കനത്ത മഴ. നമ്മൾ ഡ്രൈവർ തന്നെ, ലാസ്റ്റ് ക്യാപ്റ്റൻ, ഇയാളെ ഞങ്ങൾ കൊന്നു ഗൈസ്. പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ ചത്തേതായി. പക്ഷെ കുഴപ്പമില്ല, മഴയത്താണ് ഇപ്പോൾ വന്ന് ഇറങ്ങി നടക്കണം കേട്ടോ. നോ ശരിക്കില്ലാതെ ഞാൻ വന്ന് എവിടെ പോയി? എൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ എടാ വന്ന് ചെരുപ്പെടുത്തിട്ട് പോടാ. ഞാൻ നോക്കുമ്പോ എടാ നന്നോട്ടെ, കുഴപ്പമില്ല, വാ. നമ്മള് റൂമൊക്കെയല്ലേ, എന്തിന് എടാ എൻജോയ് ദിസ് റൈഡ്. നീ ഓടുന്നുണ്ടോ? എന്നാ ഇത് കൂടി എടുത്തിട്ട് ഓടിക്കോ. ഞാൻ നഞ്ചിട്ട് ഇങ്ങനെ വന്നോ. ഗൈസ് ലെറ്റ്സ് എൻജോയ് ദി മൊമെന്റ് അല്ലേ? ഇതൊക്കെ എൻജോയ് ചെയ്ത് നടക്കണം. നമ്മളെ ഹോട്ടൽ നമ്മുടെ ഹോട്ടൽ അവിടെ ഒഴിവാണ്. ആ, അപ്പം ഇന്നത്തെ ട്രിപ്പ് നമ്മളിതാ ഇങ്ങനെ തീർത്ത് രാവിലെ ഇറങ്ങുക ഒരു 9:30 ആകുമ്പം 3:30 ആകുമ്പോൾ നോട്ടിലിങ്ങുണ്ട്, ബേബി ഷാർക്കിനൊക്കെ കുഞ്ഞി ഐലൻഡിൽ പോകും. കാരണം ഒരുപാട് കാഴ്ചകളുണ്ട്. ഷാർക്കാണ് നമ്മൾ കാണുന്നത്. എന്നാലും ഇതെന്തായാലും ചെയ്യും കേട്ടോ. ഈ വലിയ ഷാർക്കിനെ കാണുന്ന പരിപാടികൾ അടിപൊളിയാണത്. അപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നു, കം ആൻഡ് വിസിറ്റ് മാൽഡീവ്സ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ, കുറഞ്ഞ പൈസക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ദ ടൂറിസ്റ്റ് 360 നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നതും അവരാണ്. അപ്പം അവരെ കോൺടാക്ട് ദ ടൂറിസ്റ്റ് 360 ഇട്ട് അവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. അവരുടെ കയ്യിൽ എല്ലാ ബഡ്ജറ്റിലും ഉണ്ട്. നിങ്ങൾക്ക് ലക്ഷറി വേണേൽ ലക്ഷറി, ബഡ്ജറ്റ് വേണേൽ ബഡ്ജറ്റ്, നിങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, നിങ്ങൾക്കുള്ള സ്റ്റേ, ഫുഡ്, എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. ദ ടൂറിസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസ അല്ലാണ്ട് വരണോ? അത് റെഡിയാണ്. അതെങ്ങനെ അതിനെ വെച്ചാൽ മതി. അപ്പം ടൂറിസ്റ്റ് 360. ഓക്കെ, അപ്പം ഇവിടെ വരിക, എൻജോയ് ചെയ്യാം. അപ്പം നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ